അസ്സലാമലൈക്കും, വെൽക്കം ടു നാസ് കിച്ചൺ. നാസ് കിച്ചണിൽ ഇന്നത്തെ സ്പെഷ്യൽ പുഡിംഗ് ആണ്. കാരണം കറിയും റൈസും, അതായത് ഡിന്നർ ലഞ്ച് ഇതൊക്കെ നമ്മൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പുഡിംഗ്, അതായത് പുഡിംഗ് നമുക്ക് ഡിന്നറിന് ശേഷമൊക്കെ കഴിക്കാൻ, ലഞ്ചിന് ശേഷമായാലും കഴിക്കാം. അപ്പോൾ ഒരു ചൈന ഗ്രാസ് പുഡിംഗാണ് ഞാൻ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കായി തരുന്നത്. എൻ്റെ ദുബായിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊന്ന് കാണിച്ചു തരണം എന്നുള്ളത്. അപ്പോൾ ആ ചൈന ഗ്രാസ് പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമുള്ളത് ഇത് 1 കപ്പ് പഞ്ചസാര. ഈ 1 കപ്പിന് തന്നെയാണ് ഞാൻ 4 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 2 കപ്പ് പൈനാപ്പിൾ, ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തത്. നമുക്ക് ടിന്നിൽ കിട്ടും ഇതേപോലെ റൗണ്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ. അതിൻ്റെ പൈനാപ്പിൾ വാട്ടറാണിത്, 1 കപ്പ് പൈനാപ്പിൾ വാട്ടർ. പിന്നെ 1/2 ഗ്ലാസ് ഫ്രഷ് മിൽക്ക്, തണുത്ത ഫ്രഷ് മിൽക്ക്, 1/2 ടിന്ന് കണ്ടൻസ് മിൽക്ക്, 1 ടിന്ന് നെസ്ലെ ക്രീം, 2 ഡ്രോപ്സ് വാനില എസൻസ്, 1 പാക്കറ്റ് ഡ്രീം വിപ്പ്. പിന്നെ വേണ്ടത് ചൈന ഗ്രാസ്. ഇത് ശരിക്കും ഇതേപോലെ പാക്കറ്റിലാണ് കിട്ടുക. ഇതിന് അഗരകർന്ന് പേര് പറയും. ഇതിൻ്റെ അതായത് ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫുൾ പാക്കറ്റിൽ ഇതുവരെ ഉണ്ടാവും. അതിൻ്റെ ഹാഫ് പോർഷനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഹാഫ് പോർഷൻ ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് സമയം അത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. അപ്പോൾ ഹാഫ് പോർഷനാണ് ഇന്നത്തെ റെസിപ്പിക്ക് ആവശ്യമുള്ളത്. ഇതേപോലെ പാക്കറ്റിലാണ് കിട്ടുക. 100% വെജിറ്റേറിയൻ ആണ്. അഗർ അതായത് ചൈന ഗ്രാസിന് പേരുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാഫ് പോർഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ചൈന ഗ്രാസ് എങ്ങനെ അരിയിച്ചെടുക്കാൻ നോക്കാം. ഞാൻ 4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുകയാണ്. 1 കപ്പ് പഞ്ചസാര. ഈ കപ്പിന് തന്നെയാണ് ഞാൻ 4 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ആ പഞ്ചസാര അരിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചൈന ഗ്രാസ്, അതായത് ചൈന ഗ്രാസ് ഞങ്ങൾ അതിലേക്ക് ചേർക്കുകയാണ്. ചൈന ഗ്രാസും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ 2 ഡ്രോപ്സ് വാനില എസൻസ്, 2 ഡ്രോപ്സ് വാനില എസൻസ് ചേർക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട്, അതായത് ഈ ചൈന ഗ്രാസ് തീരെ, അതായത് ഇതിൻ്റെ ഒരു അംശം പോലും നമുക്ക് കാണാൻ പാടില്ല. കാരണം അത്രയും നന്നായിട്ട് അലിയിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് ഇത് ഇത്തിരി ഒരു സമയം എടുക്കും. കാരണം എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് അലിയിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ആ ഒരു സമയത്തിന് നമുക്ക് ചൈന ഗ്രാസിന് വേണ്ട ഒരു ക്രീം ഉണ്ടാക്കാനുണ്ട്. ആ ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ചൈന ഗ്രാസിനുള്ള ക്രീം ഉണ്ടാക്കാം. ക്രീം എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ 1 പാക്കറ്റ് നമ്മുടെ ഡ്രീം വിപ്പ്, 1 പാക്കറ്റ് ഡ്രീം വിപ്പ്, അതിലേക്ക് ഫ്രഷ് മിൽക്ക് 1/2 ഗ്ലാസ്. ഇത് നല്ലോണം ഹൈ സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നല്ല ക്രീമാക്കി എടുക്കണം. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. ഹൈ സ്പീഡിൽ വേണം നമ്മളിത് ക്രീമാക്കേണ്ടത്. നമുക്കിതിനെ ക്രീമാക്കി എടുക്കാം. ഇതേപോലെ നല്ല കട്ടിയായിട്ട്, ഇത് കണ്ടോ, നല്ല കട്ടിയായിട്ട് ക്രീം വരുന്നുണ്ട്. നമുക്ക് ഇതേപോലെ കട്ടിയായിട്ട് ക്രീമാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ്. ഇത്രയും ഇതാ കട്ടിയായിട്ടുണ്ട്. ഈ കട്ടിയ ക്രീമിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുകയാണ്. 1/2 ടിന്ന് കണ്ടൻസ് മിൽക്ക്, 1/2 ടിന്ന് മതിയാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ചൈന ഗ്രാസിൽ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് മതിയാവും. ഈ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കിലേക്ക് നമ്മൾ 1 ടിന്ന് നെസ്ലെ ക്രീം, അതിൻ്റെ കൂടെ 1 കപ്പ് പൈനാപ്പിൾ വാട്ടർ, ഇതെല്ലാം കൂടി ഒന്നുകൂടി നമുക്ക് ലോ സ്പീഡിൽ, നമ്മൾ ഇത് ക്രീം ഉണ്ടാക്കുമ്പോൾ ഹൈ സ്പീഡിലാണ് ക്രീം ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇതൊന്ന് നമുക്കൊന്ന് അതായത് ചേർത്തെടുക്കാനുള്ളതാണ്, മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ലോ സ്പീഡിൽ നമുക്ക് ഈ ക്രീമിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ
ചൈന ഗ്രാസിന് വേണ്ട ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് അലിയിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചല്ലോ, അത് നമുക്ക് നോക്കാം. ഇതാ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. തീരെ ചൈന ഗ്രാസിൻ്റെ തീരെ അംശം ഉണ്ടാവാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നന്നായിട്ട് അലിയണം. അതായത് ഈ പഞ്ചസാര വെള്ളത്തിൽ നമ്മൾ 2 ഡ്രോപ്സ് വനീല എസൻസും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതേപോലെ തീരെ അംശമില്ലാതെ നമ്മൾ അലിയിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല കട്ടിയാവും. അതിനുശേഷമാണ് നമ്മളത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ കുറച്ച് പരന്ന പാത്രത്തിലാണ് നിങ്ങൾ ഒഴിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടിയായി കിട്ടും. ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് ഇത് തണുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് നല്ല കട്ടിയാവും. അതിനുശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മളിത് ഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ ഞാൻ വെച്ചത് ഇതേപോലെ നല്ല കട്ടിയായിട്ടുണ്ട്. അതിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഗ്രേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പീസായിട്ട് എടുത്തിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ക്യാരറ്റൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന പോലെ ഫുള്ളായിട്ട് നമ്മൾ ഈ ഉള്ള കംപ്ലീറ്റ് ചൈന ഗ്രാസും നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മളിതാ ചൈന ഗ്രാസ് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവുക. നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്രീമിലേക്ക് മിക്സ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൈനാപ്പിൾ കട്ട് ചെയ്തത്, അതായത് പൈനാപ്പിൾ ടിന്നിൽ ഇങ്ങനെ റൗണ്ടായിട്ടാണ് കിട്ടുക. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തന്നെ സിറപ്പാണ് ഞാൻ 1 കപ്പ് ഇതിലേക്ക് ചേർത്തിയത്. പിന്നെ ആ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്യും. ഇപ്പോൾ ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ ഇഷ്ടാനുസരണം കട്ട് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കണം. നമ്മുടെ പൈനാപ്പിൾ അതായത് ചേർത്ത് ചൈന ഗ്രാസ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് മധുരവും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട്, അതായത് ഈ പുഡിങ് നന്നായിട്ട് തണുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്ന് വെച്ചിട്ട് ഈ ഒരു പാകത്തിൽ കഴിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. പക്ഷെ നല്ലോണം തണുത്ത് കഴിക്കുമ്പോഴാണ് അത്. ഈ ഒരു പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്തിരി നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു പാക്കറ്റ്, ഞാനിപ്പോൾ ആ ഒരു പാക്കറ്റുള്ള ഹാഫ് പോർഷൻ ചൈന ഗ്രാസിനെ കൊണ്ടാണ് ഇത്രയും ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഫുൾ പാക്കറ്റ് ആ ഒരു മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. നമുക്കൊരു വലിയ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഈ ഒരു പാക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു പുഡിംഗ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയ ചൈന ഗ്രാസ് പുഡിങ് കണ്ടു അല്ലേ? ഈസിയാണ്. കാരണം റെസിപ്പി, അതായത് ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ ആ ഒരു ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കേണ്ട ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. പിന്നെ ഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റി കൂടുതലാണ്. അപ്പോൾ എല്ലാവരും കണ്ടും എല്ലാവരും ട്രൈ ചെയ്യാം. പക്ഷേ ഞാൻ ഇനിയിപ്പോൾ റെസിപ്പി മാത്രമല്ല, ഒരു കുക്കിംഗ് ടിപ്സും കൂടെ ഞങ്ങളെ മുമ്പാകെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കറിയിൽ ഉപ്പ് കൂടിപ്പോയി, അതായത് നിങ്ങളിപ്പോൾ ഒരു കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറച്ചിയോ അല്ലെങ്കിൽ മീനോ അങ്ങനെ അതെന്തെങ്കിലും ചിക്കൻ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചേർക്കുമ്പോൾ കറിയിൽ ഉപ്പ് കൂടിപ്പോയി. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? ചിലപ്പോൾ പൊട്ടറ്റോ ചേർക്കാം, അല്ലെങ്കിൽ തൈര് ചേർക്കാം, പുളി കൂടുതൽ ചേർക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കില്ല. ഒന്നും വേണ്ട. കുറച്ച് ഗോതമ്പപ്പൊടി, അതായത് ആട്ട, ഉപ്പൊന്നും ചേർക്കാതെ നല്ല കുറച്ച് വെള്ളത്തിൽ നല്ല കട്ടിയായിട്ട് കുഴക്കുക. അതായത് കുറച്ചൊരു ഇത്രയുള്ളൊരു ബോളാക്കിയിട്ട് നല്ല കട്ടിയായിട്ട് കുഴച്ചിട്ട് ഈ കഷ്ണങ്ങൾ കൂടെ അതും അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങൾ വേകുമ്പോൾ ഈ ഗോതമ്പ് മാവും കൂടെ നല്ല കട്ടിയായിട്ട് വെന്ത് വരും. അത് അരിഞ്ഞു ഒന്നും ചെയ്യില്ല, അതിൻ്റെ ഒരു ഫ്ലേവർ കറിയിലേക്ക് ഇറങ്ങുകയും ചെയ്യില്ല. അപ്പോൾ അത് നമ്മൾ ആ കഷ്ണം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ആണെങ്കിൽ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഈ ഗോതമ്പ് മാവ് മാറ്റി വയ്ക്കുക. കറക്റ്റ് ആ ഉപ്പിൻ്റെ ലെവല് കറക്റ്റായിട്ട് വരും. അതേസമയം നിങ്ങൾ വെന്ത കഷ്ണങ്ങൾ, അതായത് കഷ്ണങ്ങളതിന് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് ഉപ്പ് കൂടി എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെന്ത കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ട് ആ കറിയിലേക്ക് ഈ ഗോതമ്പ് മാവ് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് എടുക്കുകയാണെങ്കിൽ
കറിയുടെ ഉപ്പിൻ്റെ ലെവൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഓരോ ടിപ്സുമായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ചൈന ഗ്രാസ് പുഡിങ് ട്രൈ ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻസും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.